ഗസയുടെ ആകാശത്ത് ബ്രിട്ടന്റെ ചാരവിമാനം 2 പ്രാവശ്യം ഇത് കണ്ടതായിരിക്കുന്ന വിവരം ഫലസ്തീനികൾ പറഞ്ഞതോടുകൂടി ഇതിപ്പോ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുകയാണ്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് 2 പ്രാവശ്യം ബന്ദിമോചനം നടത്തിയതോടനുബന്ധിച്ച് ബ്രിട്ടന്റെ ചാരവിമാനം ഗസയുടെ വ്യോമാതിർത്തി കടന്നുകൊണ്ട് മണിക്കൂറുകളോളം ആകാശ നിരീക്ഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് പരാതി. ഇത് ഉണ്ട് എന്നുള്ള കാര്യം ബ്രിട്ടൻ സ്ഥിരീകരിച്ചതോടുകൂടി അതീവ ഗൗരവമുള്ള ഒരു വിഷയമായിട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മീഡിയകൾ ഈ വിഷയത്തെ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പറയുന്ന കാര്യം, സൈപ്രസിൽ നിന്ന് പറന്നുയർന്ന ബ്രിട്ടന്റെ ചാരവിമാനങ്ങൾ റോയൽ എൻഫോഴ്സ് വിമാനം ഗസയുടെ അതിർത്തി കടന്നുകൊണ്ട് മണിക്കൂറുകളോളം റോന്ത് ചുറ്റുകയും വീഡിയോ റെക്കോർഡോ അതല്ലെങ്കിൽ ക്യാമറ റെക്കോർഡോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചില മേഖലകളിൽ താഴ്ന്നു പറന്നുകൊണ്ടും ചില മേഖലകളിൽ പതുക്കെ സഞ്ചരിച്ചുകൊണ്ടുമാണ് നിരീക്ഷണങ്ങൾ നടത്തിയത്. അവരോട് ചോദിക്കപ്പെട്ടു, എന്തിനാണ് മറ്റൊരു രാജ്യത്തിന്റെ അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന്റെ ഭാഗമായിരിക്കുന്ന ഗസക്കകത്ത് നിങ്ങൾ നിരീക്ഷണ പറക്കൽ നടത്തിയത്? അതിനവർ പറയുന്നു, തങ്ങൾ ഹമാസിനെ നോട്ടമിട്ടോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തെ കേന്ദ്രീകരിച്ചോ അല്ല, പകരം ബന്ദികളെ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് ഫലസ്തീനിന്റെ പ്രധാന വ്യക്തി, എക്സിക്യൂട്ടീവ് വ്യക്തി എന്നൊക്കെ അതിൽ പരാമർശിക്കുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഭൂപ്രതലത്തിൽ നിന്ന് 1.5 വർഷമായിട്ടും 1 വർഷവും 4 മാസം തെരഞ്ഞിട്ടും ഇസ്രായേലിന് കാണാൻ പറ്റാത്ത ഈ ബന്ദികളെ ആകാശ നിരീക്ഷണം നടത്തിയിട്ട് എങ്ങനെയാണ് ബ്രിട്ടന്റെ വ്യോമ മേഖലയുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്? അത്തരം ഒരു മണ്ടത്തര കാര്യങ്ങൾ ബ്രിട്ടൻ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇതിൽ മറ്റൊരു ഭാഗം ഇതിനോട് ചേർന്ന് പറയുന്നത്, ബ്രിട്ടന്റെ ചാരവിമാനത്തിൽ ഇസ്രായേലിന്റെ വ്യോമ ഉദ്യോഗസ്ഥർ ഉണ്ട് എന്ന് സംശയിക്കുന്നു എന്ന തരത്തിലുമാണ്. അപ്പൊ ഇവർ സംയുക്തമായ രീതിയിലുള്ള ഒരു നിരീക്ഷണമാണ് നടത്തിയത്. അതായത് അവർ പറയുന്നു, ബന്ദിമോചനം നടന്നതിനോടനുബന്ധിച്ച് തന്നെ ചാരവിമാനം ഗസയുടെ ആകാശത്തിന് മേലെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവർ നിരീക്ഷണം നടത്തുന്ന കാര്യം എന്ന് പറയുന്നത്, ഏത് മേഖലയിൽ നിന്നാണ് ബന്ദികളെ ഫലസ്തീനുകൾ മോചിപ്പിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളതിന്റെ ആകാശ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ഇസ്രായേലിന് നൽകുക. അതായിരിക്കാം ഒരു പക്ഷേ അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ടാണ് 2 ബന്ദിമോചനം നടന്ന സമയത്തും 2 പ്രാവശ്യമായി നടന്ന സമയത്തിന്റെ തൊട്ട് പിറകെ അവരിങ്ങനെ നിരീക്ഷണ പറക്കൽ നടത്തിയത്. അതിലെന്താണെങ്കിലും ഇസ്രായേലിന്റെ ചാരന്മാർ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഉണ്ടാവും എന്നുറപ്പാണ്. അപ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ ഭൂപ്രദേശത്തു കൂടി ഇത്തരം പ്രവൃത്തികൾ നടത്തുന്നത് അന്താരാഷ്ട്ര വ്യോമ നിയമ വ്യവസ്ഥക്ക് വിരുദ്ധമായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഏറെക്കുറെ ഇസ്രായേൽ എല്ലാ കാലത്തും ഇത്തരം പ്രവൃത്തി ചെയ്യാറുണ്ടെങ്കിലും ബ്രിട്ടൻ ഇത് ചെയ്തത് വലിയ രീതിയിലുള്ള തെറ്റാണ്. ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് എന്ന നിലക്ക് അതിൻ്റെതായിരിക്കുന്ന ബഹുമാനങ്ങൾ എല്ലാ രാജ്യത്തിനും നൽകുന്ന ഒരു രാജ്യം എന്ന നിലക്കും ബ്രിട്ടന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ഗുരുതരമായിരിക്കുന്ന വീഴ്ചയായിട്ട് വിലയിരുത്തുന്നു. അപ്പൊ അവിടെ നിന്ന് ആകാശ നിരീക്ഷണം നടത്തിയിട്ട് ഇതിന് സമാനമായിരിക്കുന്ന ഏതെങ്കിലും പ്രദേശങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഹമാസിന്റെ അല്ലെങ്കിൽ പാലസ്തീനിന്റെ സൈനികരുടെ സഹായമില്ലാത്ത രീതിയിൽ ബന്ദികളെ മോചിപ്പിക്കാനുള്ള തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്കം നടത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവർ ഉദ്ദേശിച്ചത് എന്ന് അനുമാനിക്കുന്നു. അതിൽ പറയുന്ന 2-3 കാരണങ്ങൾ ഉദാഹരണ സഹിതം അതിൽ പറയുന്നത്, ഈ കഴിഞ്ഞ പ്രാവശ്യം നടന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട്, അമേരിക്കയുമായി ബന്ധപ്പെട്ട് ഇറാഖ് കഴിഞ്ഞതിന് ശേഷം ലിബിയയിൽ നടന്നിരിക്കുന്ന യുദ്ധം അല്ലെങ്കിൽ ആഭ്യന്തര കുഴപ്പം, ഈ വിഷയത്തിൽ അമേരിക്ക ഉപയോഗിച്ച തന്ത്രം ഇങ്ങനെയായിരുന്നു. ആകാശ നിരീക്ഷണം നടത്തിയിട്ടാണ് ലിബിയയുടെ പ്രസിഡന്റ് കേണൽ ഗദ്ദാഫി ട്രിപ്പോളിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോകുന്നത് നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ട് സാധിച്ചത്. അപ്പോൾ 40-50ഓളം മെർസിഡസ് ബെൻസ് പോലെയുള്ള കറുത്ത കാറുകൾ ഒരേ കേന്ദ്രത്തിൽ നിന്ന് നാഷണൽ ഹൈവേ അങ്ങനെ പരന്നൊഴുകുന്നത് അമേരിക്കയുടെ ചാരവിമാനം ആകാശത്ത് വെച്ച് കണ്ടെത്തുകയും കൃത്യമായ രീതിയിൽ അതിന്റെ ചിത്രങ്ങൾ എടുത്തുകൊണ്ട് ഭൂമിയിലുണ്ടായിരുന്ന അമേരിക്കൻ സൈനികർക്കും വിമത വിഭാഗത്തിനും അത് കൈമാറുകയും ചെയ്തു. അതിനോടനുബന്ധിച്ച് വല്ലാതൊന്നും വൈകാതെ ഇതേ വിമാനത്തിൽ വെച്ച് ബോംബ് സ്ഫോടനം നടത്തുകയും കാറുകൾ ഒരുപാട് ചെതറിപ്പോവുകയും അതിൽ നിന്ന്
ഈ ലിബിയയുടെ പ്രസിഡന്റ് ഗദ്ദാഫിയും സൈനിക സംഘവും ഇറങ്ങി ഓടുന്ന ചിത്രങ്ങളൊക്കെ ആ കാലത്ത് ഒരുപാട് പ്രചരിച്ചതാണ്. ഇങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കിയത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവരെ ലിബിയയുടെ പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടി അമേരിക്ക ഉപയോഗിച്ച വലിയ തന്ത്രമാണ് ആകാശ നിരീക്ഷണം എന്ന് പറയുന്നത്. അത് സാധാരണ അവർ ഉപയോഗിക്കുന്നതാണ്. അതിന്റെ മറ്റൊരു പതിപ്പാണ് യഥാർത്ഥത്തിൽ ഗസയുടെ ഭാഗത്ത് ബ്രിട്ടന്റെ ചാരവിമാനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ ഇസ്രായേലിന് വലിയ രീതിയിലുള്ള പങ്കാളിത്തമുണ്ട്. അപ്പോൾ അവർ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏത് ഭാഗങ്ങളിൽ നിന്നാണ് ബന്ദികൾ മോചിക്കുന്നത്, അല്ലെങ്കിൽ മോചിപ്പിക്കപ്പെട്ട സ്ഥലത്തിനോട് ചേർന്ന് മറ്റേതെങ്കിലും ഇങ്ങനെ തുരങ്കങ്ങളോ അല്ലെങ്കിൽ തുരങ്കത്തിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈ ചാര വിമാനങ്ങൾക്ക് ചാര കണ്ണുകൾ കൊണ്ട് സാധിക്കും. അത് അപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുക, ഇസ്രായേലിന് കൈമാറുക, എന്നിട്ട് വലിയ രീതിയിൽ ആക്രമണം നടത്തുകയോ അതിനോടനുബന്ധിച്ചുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ബ്രിട്ടൻ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ബ്രിട്ടന്റെ സഹായവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഇടയിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ വന്നതാണ്. ആ ചർച്ചയോടനുബന്ധിച്ച് ഈ ഒരു തരത്തിലുള്ള സഹായവും ഇനി ഇസ്രായേലിന് തങ്ങൾ ചെയ്യില്ല എന്നുള്ളതും, അവിടെ നടക്കുന്നത് ഏറെക്കുറെ ഈ സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല, അവിടെ കൂട്ടക്കൊല നടക്കുന്നതിന് തുല്യമായിരിക്കുന്ന പ്രവൃത്തി എന്നൊക്കെ ബ്രിട്ടൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥ രഹസ്യമായിരിക്കുന്ന വലിയ സഹായം ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ടാണ് ഗസയിലെ ബ്രിട്ടന്റെ ചാരവിമാനത്തിന്റെ സന്ദർശനവും നിരീക്ഷണവും മനസ്സിലാക്കുന്നത്. ഇതോടുകൂടി ബ്രിട്ടനും യഥാർത്ഥത്തിൽ ഇസ്രായേലിനോടൊപ്പം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുകയാണ്. ന്യായീകരണങ്ങൾ എന്ത് പറഞ്ഞാലും മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിലൂടെ സാധാരണഗതിയിൽ നിരീക്ഷണം നടത്തുന്ന ചാരവിമാനമാണ് എന്നും പറയപ്പെടുന്നു. അപ്പൊ ഇവിടുന്ന് തന്നെ പരമാവധി ഈ ഗസയുടെ അതിർത്തി പങ്കിടുന്ന ഒരു കടലാണ് യഥാർത്ഥത്തിൽ മെഡിറ്ററേനിയൻ കടൽ എന്ന് പറയുന്നത്. ഈ ഫലസ്തീന്റെയും ഇസ്രായേലിന്റെയും പ്രധാനമായിരിക്കുന്ന കടലായിട്ട് തന്നെയാണ് മെഡിറ്ററേനിയൻ കടൽ അറിയപ്പെടുന്നത്. ആ മേഖലയിൽ നിരീക്ഷണം നടത്തുന്ന വിമാനം തന്നെ, അല്ലെങ്കിൽ ആ നിരീക്ഷണം നടത്തുന്ന വ്യോമ സംവിധാനം തന്നെയാണ് ഇങ്ങോട്ട് ഉപയോഗിച്ചത് എന്ന് പറയുന്നു. എന്നാൽ അതല്ല, സൈപ്രസിലെ ബ്രിട്ടന്റെ കോളനിയുടെ ഭാഗമായിട്ടുള്ള അവരുടെ നിരീക്ഷണ മേഖലയിൽ നിന്നാണ് ഉയർന്നു പൊന്തിയത് എന്നുള്ളതും അവിടേക്ക് തന്നെയാണ് മടങ്ങിയത് എന്നും പറയപ്പെടുന്നു. ഏതായിരുന്നാലും ബ്രിട്ടനും ഇസ്രായേലും തമ്മിൽ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും, രഹസ്യമായ രീതിയിലുള്ള സഹായങ്ങൾ ബ്രിട്ടൻ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്തു കൊടുക്കുന്നു എന്നതിന്റെയും ഏറ്റവും ഉദാഹരണമായിട്ടാണ് ഈ വിഷയം ഫലസ്തീൻ അതോറിറ്റി തന്നെ ഇപ്പോൾ ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഗസയുമായി വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് യാതൊരു വിധത്തിലും ഒരു ഇടപെടലുകൾ മറ്റൊരു രാജ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കെ ബ്രിട്ടൻ ഇതിന്റെ യാതൊരു കക്ഷിയുമല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഇതിൽ ഇടപെടുകയും ഈ വിഷയത്തിൽ അവരുടേതായിരിക്കുന്ന പ്രൈവസി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്തത് ഗുരുതരമായിരിക്കുന്ന തെറ്റാണ് എന്ന് ഫലസ്തീൻ ഔദ്യോഗികപരമായി തന്നെ UN സഭയിലും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര വേദിയിലും ഈ പരാതി ഉന്നയിച്ച വിവരം ഇതോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.